ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് സിമ്പിളായിട്ട് ആവിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് കഴിക്കാനായിട്ട് നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു പലഹാരം നമുക്ക് പല രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 3 സവാള ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 3 സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ വലുതാണെങ്കിൽ നിങ്ങൾ 2 എണ്ണം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് മൊത്തത്തിലുള്ളൊരു ഉപ്പാണ് കേട്ടോ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയുമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾ അതില്ലാന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 200 ഗ്രാം ചിക്കൻ വേവിച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് ആദ്യം തന്നെ വേവിച്ച് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഒന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കൈവച്ചിട്ടൊന്ന് പിച്ചിയെടുക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ ഇതിലേക്ക് എല്ലില്ലാത്ത ചിക്കൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്കിതിനെ ഒന്നും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഓൾറെഡി വെന്ത് വന്നതുകൊണ്ട് തന്നെ അധികം സമയം വേവിച്ചെടുക്കാൻ വേണ്ട. ഈ ഒരു മസാലയ്ക്ക് ഇതിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇനി ചിക്കന് പകരമായിട്ട് നിങ്ങൾക്ക് മുട്ടയോ ബീഫോ ഒക്കെ വെച്ചിട്ട് ഈ ഒരു മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു പാത്രത്തിലാണ് നമ്മുടെ പലഹാരം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് പാത്രത്തിലാണോ നിങ്ങളിത് ചെയ്തെടുക്കുന്നത് ആ ഒരു പാത്രത്തിനുള്ളിൽ മുഴുവനായിട്ട് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ ഇഡ്ഡലി മാവാണ്. അപ്പോൾ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഇഡ്ഡലി മാവാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഈ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നിച്ചിട്ട് കൊടുക്കരുത്, കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മസാലയ്ക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതലിട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് കഴിക്കാനായിട്ട് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് വീണ്ടും നമ്മുടെ ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇഡ്ഡലി മാവ് റെഡിയാക്കി എടുത്തതിൻ്റെ വീഡിയോ ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇഡ്ഡലി മാവ് കറക്റ്റായിട്ട് റെഡിയാക്കാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് വീണ്ടും മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളെടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ ഒഴിക്കുന്ന മാവിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വലിയ സൈസിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു 2 കപ്പ് മാവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 1.5 കപ്പോ 1 കപ്പോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ച് വെച്ച് ഇഡ്ഡലിത്തട്ടിലേക്ക് വെച്ച് ആവിയിൽ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് മുകളിലായിട്ട് ഒരു മൂടി വെച്ച് കൊടുത്തിട്ട് വേണം നിങ്ങൾ തട്ടിലേക്ക് വെച്ച് കൊടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വെള്ളം വീണിട്ട് ഇങ്ങനെ ഒരു ഒട്ടൽ പോലെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ തന്നെ വേവിച്ചെടുക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് സ്റ്റീമറിൽ വെച്ചിട്ടും നിങ്ങൾക്ക് ഇത് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമ്മുടെ സാധാ ഇഡ്ഡലി റെഡിയാക്കി എടുക്കുന്ന പോലെ ഇഡ്ഡലി തട്ടിൽ മാവ് ഒഴിച്ച് അതിന് മുകളിലായിട്ട് മസാല ഇട്ട് കൊടുത്തിട്ടും നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിനെ അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് എനിക്കൊരു 30 മിനിറ്റാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ചധികം കട്ടിയിൽ ചെയ്തെടുത്തതുകൊണ്ടാണ് കേട്ടോ കുറച്ചധികം ടൈമും നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ആവശ്യം വരുന്നത്. ചെറിയ പാത്രത്തിലൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും ഫുള്ളായിട്ട് കുക്കായിട്ട് വരും.
അപ്പോൾ ഇതുപോലൊരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ എത്രത്തോളം കുക്കായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഈ ഒരു തട്ടിൽ നിന്നും മാറ്റി കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് പാത്രത്തിൽ നിന്ന് പുറത്തെടുത്താൽ മതി. അപ്പോൾ ചൂടോട് കൂടെ തന്നെ നമ്മൾ പുറത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡൊന്നും ചിലപ്പോൾ നീറ്റായിട്ട് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മളത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം മാത്രം ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഒരു കത്തിയോ അല്ലെങ്കിൽ ഇതുപോലെ സ്പാച്ചിലൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലൂടെ ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് വിട്ട് കിട്ടും. പിന്നെ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിലൊക്കെ എണ്ണ തേച്ച് കൊടുത്തതുകൊണ്ട് തന്നെ അതിൽ ഒട്ടി പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ പാത്രത്തിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല കളർഫുൾ ആയിട്ടും നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് കട്ട് ചെയ്ത് കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് ടിന്നിലോ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിലോ അതുപോലത്തെ ചെറിയ സ്റ്റീൽ പാത്രങ്ങളിലോ ടിഫിൻ ബോക്സിലോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതൽ മസാല നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുത്ത സമയത്ത് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് കുറച്ചൊരു എണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ രാവിലെ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ അധികം എണ്ണയൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാം. അപ്പോൾ രാവിലെ ചായക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ ഇത് 1-2 പീസ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഫുള്ളാവും. പിന്നെ കറിയുടെ ഒന്നും വേറെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു മസാലയൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് മാത്രം വെച്ചുകൊണ്ട് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ചിക്കന് പകരമായിട്ട് നിങ്ങൾക്ക് മുട്ട പുഴുങ്ങിയിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതാ ഞാനിവിടെ ഒന്നുകൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ടിഫിൻ ബോക്സിലാണ് ഞാനിപ്പോൾ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ 2 കപ്പ് മാവ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുത്തത്. പക്ഷേ ഇതിൽ കുറച്ചും കൂടെ ഞാൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ചൂടാറി വന്നതിന് ശേഷം അതിനെയും ഞാൻ പാത്രത്തിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഇതുപോലെ ടിഫിൻ ബോക്സ് ഉണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്നും ഇഡ്ഡലിയും ദോശയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ മടിയാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് വെറൈറ്റി ഒക്കെ ആക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. അതുപോലെ തന്നെ നമ്മൾ സ്കൂളുകളിലേക്കും കുട്ടികൾക്ക് സ്നാക്കൊക്കെ ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. ഇത് രാവിലത്തെ ഇഡ്ഡലിയുടെ ദോശയുടെ ഒക്കെ മാവ് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചായക്ക് നമുക്ക് ഇതേ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ലഞ്ച് ബോക്സിൽ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പലഹാരത്തിൽ ഞാൻ കുറച്ചുകൂടെ മസാല അധികമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നല്ലൊരു സ്പൈസിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നമ്മുടെ ഇഡ്ഡലി ബാറ്റർ റെഡിയാക്കി എടുക്കുന്നതിൻ്റെ വീഡിയോ കാണിച്ചിട്ടില്ല. അപ്പോൾ ഏത് തണുപ്പ് കാലത്ത് നന്നായിട്ട് തന്നെ പൊങ്ങി വരുന്ന നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടാനുള്ള മാവിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ബാറ്റർ റെഡിയാക്കാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.